നീറ്റ് എഴുതാണ്ട് പോകാൻ പറ്റില്ല. നീറ്റ് എഴുതിയിട്ട് നീറ്റ് പാസ്സായവർക്ക് മാത്രമേ പുറത്തും അഡ്മിഷൻ ഉണ്ടാവുള്ളൂ. കുറേ പാരൻസിന് മെയിനായിട്ടുള്ള കൺസേൺ പുറത്ത് പോയി വിട്ടാൽ സിലബസ് സെയിം ആണോ, അതുപോലെ തന്നെ സേഫ് ആണോ, കുറേ ഇൻസെക്യൂരിറ്റീസ് ഓൾറെഡി ഇവിടുത്തെ ഐഷ ഇപ്പോൾ ഡോക്ടറായി ഇറങ്ങി. ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണോ ഈ ഡോക്ടറാകുക എന്നുള്ളത്, അല്ല പിന്നെ ആരെങ്കിലൊക്കെ പറഞ്ഞിട്ട് ഇതായതാണ്, വേറെ ആരെങ്കിലും ഇഷ്ടത്തിൽ ഇതായതാണ്? ഇല്ല, എനിക്ക് ആദ്യമേ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. ഭയങ്കര വീട്ടിലങ്ങനെ ഒരു ഫോഴ്സിങ് ഇല്ല പഠിത്തത്തിൽ. അപ്പം ആദ്യമേ എനിക്ക് ഇങ്ങനത്തെ ഹ്യൂമൻ ബോഡി അനാറ്റമി ഒക്കെ എന്താകത്ത് നമ്മുടെ അകത്ത് എന്ന് അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോഴാണ് ഞാൻ ക്യൂരിയോസിറ്റി. അപ്പോഴാണ് ഇവർ പറഞ്ഞത് എന്താ MBBS എടുത്താൽ ഫസ്റ്റ് ഇയറിൽ തന്നെ ഡിസെക്ഷൻ ഉണ്ട്, പഠിക്കും, എല്ലാം കാണും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഡോക്ടർ തന്നെ ആവാം. അപ്പോൾ ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് മാത്സ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഈ ഒരു ക്യൂരിയോസിറ്റി ഏറ്റവും ഹൈയിൽ നിൽക്കുന്നതുകൊണ്ട് MBBS എടുക്കാമെന്ന് വീട്ടിൽ ചെറുപ്പം മുതലേ പറയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ നീറ്റ് എഴുതിയപ്പം എനിക്ക് 370, അത് BDSനെ കയറാൻ പറ്റുള്ളൂ, ഇതിന് കിട്ടൂല, പൈസ കൊടുക്കണം. അപ്പം ഞാൻ വേണ്ട, എനിക്ക് അങ്ങനെ പോകണ്ട, കിട്ടിയില്ലെങ്കിൽ അതാ വിധി, പോകണ്ട. അപ്പോഴത്തേക്ക് വീട്ടുകാർ പറഞ്ഞു വേണ്ട, നീ അങ്ങനെ സാക്രിഫൈസ് ചെയ്യണ്ട, നമുക്ക് പുറത്ത് പോയിട്ടാണെങ്കിലും പഠിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സീക്കോയിലെത്തി. സീക്കോ നമുക്ക് അറിയുന്ന കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ സീക്കോ വഴി ഞങ്ങൾ എന്ത് ചെയ്തു, അഡ്മിഷൻ എടുത്തു. ആദ്യം ഞാൻ അറിഞ്ഞു ട്രാൻസ്ഫർ സ്റ്റുഡൻ്റ് ആണ്. ആദ്യം അങ്ങോട്ടേക്കാണ് സീക്കോന്ന് എടുത്തത്? ആദ്യം നമ്മൾ ചൈന നാനിങ്ങിൽ ക്വാങ്ഷി യൂണിവേഴ്സിറ്റിയിൽ പോയി. നല്ല യൂണിവേഴ്സിറ്റി ആയിരുന്നു, കിട്ടില്ലനായിരുന്നു, ലാബ് ഫെസിലിറ്റീസും ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു. ആക്ച്വലി ചൈനയിൽ ലൈഫ് എൻജോയ് ചെയ്യാനൊന്നും സമയം ഉണ്ടായില്ല. ഒരു 4 മന്തും ഇല്ല, 3 മന്തേ ഉണ്ടായുള്ളൂ, ഒരു സെമിസ്റ്റർ. അത് കഴിഞ്ഞ് ഞങ്ങൾ വെക്കേഷനിൽ വരലും ഫുൾ കൊറോണ ആയിട്ട് പൂട്ടിപ്പോയി. പിന്നെ നമുക്ക് തിരിച്ചു പോകാനേ പറ്റില്ല. ഭയങ്കര സങ്കടമായിരുന്നു, അയ്യോ ഞങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ നിന്നു പോയല്ലോ എന്നുള്ളത്. അപ്പൊ നമ്മുടെ അതെ ഭയങ്കര വിഷമായി. പിന്നെ അപ്പോഴത്തേക്ക് ഭയങ്കര സീനായല്ലോ, ലൈക്ക് എന്താ ഓൺലൈനിൽ പഠിച്ചാൽ അത് അംഗീകരിക്കില്ല, NMC ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ നമ്മൾ ഭയങ്കര വെറീഡായി. അപ്പോഴാണ് സീക്കോ ട്രാൻസ്ഫർ ഓപ്ഷൻ വെച്ചത്. എന്നിട്ട് ജോർജിയയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. എങ്ങനെയുണ്ടായിരുന്നു ജോർജിയയും ചൈനയായിട്ടുള്ള ഒരു കൺട്രി വൈസ്? നമ്മൾ എപ്പോഴും കുറച്ചും കൂടി ഇഷ്ടം ചൈനയോടാണെങ്കിലും ലൈക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ കൺട്രിയാണ്, കണ്ടു തീർത്തില്ല, പൂതി തീരാത്ത രണ്ട് കൺട്രി നമ്മൾ കമ്പയർ ഡിഫറെന്റ് ആണ്. പക്ഷെ പഠിത്തം ആക്ച്വലി കുറച്ചും കൂടി നമുക്ക് ഈ USMൽ അറിയോ, അതൊരു US-ലൊരു ഇതുപോലത്തെ FMG പോലൊരു ലൈസൻസ് എക്സാം. അപ്പം അവിടുത്തെ ആ ഒരു എക്സാം ബേസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളെ ജോർജിയയിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇപ്പോൾ എന്താ പറയുക, പ്രീ ക്ലിനിക്കൽ സബ്ജക്റ്റ് തന്നെ അവർ ക്ലിനിക്കലുമായിട്ട് കൊറിലേറ്റ് ചെയ്തിട്ടൊക്കെ പഠിപ്പിക്കാം. അപ്പോൾ അത് ആക്ച്വലി നമ്മളെ FMG ജേർണിയിൽ തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാം. ചൈന പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാൻ വിചാരിച്ചത്, അവിടെ ചൈനീസ് ലാംഗ്വേജ് മാൻഡേറ്ററി ആണ്. അത് ആക്ച്വലി നമുക്കൊരു ഫേവറബിൾ ആയ ഒരു കാര്യമാണ്. ട്രാൻസ്ഫർ എടുത്തപ്പം ചൈനയിലത്തെ ആ ലാംഗ്വേജ് ഒഴിവായി കിട്ടി. അത് ഫൈനൽ ഇയർ വരെ കുറച്ച് ടഫ്. ജോർജിയയില് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ അത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്, കുഴപ്പമൊന്നുമില്ല. അത് മാത്രമല്ല ഇംഗ്ലീഷ് മീഡിയം കംപ്ലീറ്റ്. അത് ചൈനയും ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. പക്ഷെ ഈ ലാംഗ്വേജ് വരുമ്പം നമ്മളെ കൂടുതൽ ടൈം അതിൽ ടഫ് ആയോടെ നമുക്കത് പറ്റൂല, ഒന്ന് ട്രൈ ചെയ്യാൻ ടൈം എടുക്കും. ഇനി കം ടു ജോർജിയ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ജോർജിയയിലെ ആ ബാക്കിയുള്ള, അതായത് നമ്മള് ചൈനയില് 1 വർഷമായിരുന്നു ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടുള്ള 5 years എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. ക്ലാസ് ഫാക്കൽറ്റീസിനൊക്കെ പറ്റിയിട്ടുള്ള ഫാക്കൽറ്റീസ് അടിപൊളിയായിരുന്നു. അവിടുത്തെ ലീവിങ് കുറച്ച് എക്സ്പെൻസീവ് ആണെന്നുള്ളത്, ലീവിങ് ബേസിസ് ഒഴികെ പഠിത്തം മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അവര് ഇപ്പോൾ ഓരോ ഡോക്ടേഴ്സ്, നമ്മൾ ക്ലിനിക്കിൽ പോയിട്ടാണ് പഠിക്കുന്നത്, പൊതുവെ ഡോക്ടേഴ്സ് ആണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ക്ലിനിക്കിൽ പോയിട്ട് പഠിക്കുമ്പോൾ അവർ തന്നെ പറയും ഇന്ന ദിവസം ഇന്ന ഓപ്പറേഷൻസ് ഉണ്ട്, ഇന്ന കേസസ് ഉണ്ട്, നിങ്ങൾക്ക് വരേണ്ടവർക്ക് വരാം. അപ്പം നമ്മളൊക്കെ ക്ലാസ് ടൈം ടേബിളൊക്കെ അനുസരിച്ച് നമുക്ക് പോയി എക്സ്പോഷേഴ്സ് ഒക്കെ നല്ല കിട്ടും. കൂടുതലാണ്. അത് ചൈനയിലും അതെ. ഇനി ജോർജിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, ഞാനും കേട്ടിട്ടുണ്ട്. എനിക്കധികം കറങ്ങാൻ പറ്റിയിട്ടില്ല, ഞാനും വളരെയധികം കേട്ടിട്ടുണ്ട്. സാധാരണ നമ്മളൊക്കെ അവിടെ
പോകാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നൊക്കെ പറയാം. ഇല്ല, ജോർജിയ ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റ് സ്പോട്ടാണ്. ബട്ട് അത് ചെറിയൊരു രാജ്യമായത് 1 വീക്ക് കൊണ്ട് തീരും. പക്ഷെ ജോർജിയന്റെ ഏറ്റവും ഭംഗി എന്താണെന്ന് വെച്ചാൽ ഓരോ സീസൺ ഇല്ലേ, ലൈക്ക് ഇപ്പൊ സമ്മർ സീസൺ, വിന്ററില്, ഓട്ടം, സ്പ്രിങ്, ഇതിനൊക്കെ ഓരോ ഭംഗിയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പം വി സോ എല്ലാ പാർട്സും. അതുപോലെ സീക്വലിന്റെ ഒരു ടൂർ ഉണ്ടായിരുന്നില്ല, അപ്പൊ പോയില്ലേ? ഓ അത് പോയി, അത് അടിപൊളിയായിരുന്നു. അവിടെ പോയി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഗുദാവരി പോയി. പക്ഷെ അന്ന് അധികം മഞ്ഞ് വല്ലാണ്ടില്ലായിരുന്നു. ബട്ട് എന്നാലും അത്യാവശ്യം നൈസ്. പ്രീവിയസ് ബാച്ച് ആണ് ഗദോരിയിൽ പോയ സമയത്ത് ഭയങ്കര പക്ഷെ നൈസ് ആയിരുന്നു. അത് അങ്ങനെ ഒരു സ്ഥലം കണ്ടു. ഓക്കെ. യൂണിവേഴ്സിറ്റിയില് നമ്മള് ഈ 5 വർഷം ജോർജിയയിലായിരുന്നു പഠിച്ചത്. അപ്പോൾ ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത്, ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയും? അവര് ഭയങ്കര ക്ലിനിക്കലി ബേസ്ഡ്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾക്ക് പ്രീ ക്ലിനിക്കൽ സബ്ജക്ട് എന്ന് വെച്ചാൽ ഫുൾ മറ്റേ ബുക്കിൽ ബേസ് പോലത്തെ സബ്ജക്ട്സ് ആണ്. അതിൽ സത്യം പറഞ്ഞാൽ ക്ലിനിക്കൽ വരുന്നില്ല. പക്ഷെ ഇവർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ്. അപ്പം ഈ USMLE പോലത്തെ ടഫ് എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത് നല്ല അടിപൊളി ഡോക്ടേഴ്സാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതിൽ ഇപ്പം എന്നെ പഠിപ്പിച്ച കുറേ പേരും ഇപ്പം US-ലാണ് ബൈ ദ വേ. അപ്പം അവർ പഠിപ്പിക്കുന്ന ആ ഒരു ഇത് കാരണം നമ്മൾക്ക് ബേസ് ഭയങ്കര സ്ട്രോങ് ആയി. അത് ആക്ച്വലി നമ്മൾ ഈ FMGക്ക് വരെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. FMG സ്കോർ ചെയ്തല്ലോ, എത്രയാ ഇപ്പൊ? ഐഷക്ക് എത്രയായിരുന്നു സ്കോർ? എത്രയായിരുന്നു? 195. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ സിയൂളിലെ അല്ലെങ്കിൽ ജോർജിയയിലെ ആ ഒരു ഇത് FMGയെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അവിടെ നമ്മള് ഒരു FMG കോച്ചിങ് ഒക്കെ അത് ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്താ എല്ലാതും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ബിക്കോസ് ക്ലാസ് ഭയങ്കര ക്ലിനിക്ക് പോയി വരുമ്പോഴത്തേക്ക് രാത്രിയാവും. അപ്പൊ നമുക്കിത് അറ്റൻഡ് ചെയ്യാൻ ഇത് വേറെ തന്നെ ഒരു സ്ഥലത്താണ്. അപ്പം ആകെ 4 ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അത് 4ഉം അടിപൊളിയായിരുന്നു. അത് നമുക്ക് അവിടുത്തെ സബ്ജക്ട്സിന് എങ്ങനെ പോയാലും FMG എക്സാമിന് വേറെ തന്നെ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് വീണ്ടും സെയിം സാറുമാരെ കോച്ചിങ് ഇവിടെ കിട്ടിയപ്പോൾ കുറച്ചും കൂടി ഒന്ന് മൈൻഡിലൊന്ന് റിഫ്രഷ് ആവുന്ന പോലെ തോന്നി. ഹെൽപ്ഫുൾ ആയി. അതെ, കുറച്ചുകൂടി കൂടുതൽ ക്ലാസ് കേട്ടാൽ കുറച്ചും കൂടി നന്നാവുമായിരുന്നു. ഓക്കെ. ഇപ്പൊ ആയിഷ അവിടെ പോയി പഠിച്ച് വന്നു. അപ്പൊ ഇനിയും ഒരുപാട് കുട്ടികൾ അബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം, അവരെ വിടാൻ ആഗ്രഹിക്കുന്ന പാരന്റ്സ് ഒക്കെ ഉണ്ടാകും. അവരോടൊക്കെ എന്താണ് ആയിഷക്ക് പറയാനുള്ളത്? കുറേ പേർക്ക് ഇപ്പം കുറേ പാരൻസിന് മെയിനായിട്ടുള്ള കൺസേൺ പുറത്ത് പോയി വിട്ടാൽ സിലബസ് സെയിം ആണോ, അതുപോലെ തന്നെ സേഫ് ആണോ, കുറേ ഇൻസെക്യൂരിറ്റീസ് ഓൾറെഡി ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തത് ഈ നല്ല ക്വാളിറ്റിയാണ് പഠിപ്പിക്കുന്നത്. അവരാകെ ചെയ്യുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ സിലബസ് നമുക്ക് ഇവിടെ നാട്ടിൽ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. 4 വർഷത്തിൽ അവരെ ഫുൾ തലയിൽ കയറ്റുന്നത്. അവരവിടെ സ്പ്ലിറ്റ് ചെയ്ത് വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെതായ കുറച്ചുകൂടി നമുക്ക് ഒരു ചെറിയൊരു ഭാഗം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരം അവരെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടുത്തെ ഒരു പുറത്ത് ഞാൻ ഇപ്പോൾ 2 രാജ്യത്ത് പോയിനല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് പറയുമ്പോൾ പുറത്ത് നോക്കുമ്പം എന്താ നമുക്കിപ്പോൾ ഒരു കാര്യത്തിൽ ക്ലിനിക്കൽ എക്സ്പോഷർ വേണമെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള പോലെ ഫീൽ ചെയ്തു. അപ്പം അതും അങ്ങനെ. പിന്നെ പോയ 2 രാജ്യമാണെങ്കിലും സേഫ്റ്റി ഇഷ്യൂസ് ഇല്ല. നമുക്കിപ്പോൾ രാത്രി ക്ലാസ്സിൻ്റെ എത്രയോ ക്ലാസ് എനിക്ക് രാത്രി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല. ഇപ്പം പബ്ലിക് ട്രാൻസ്പോർട്ട്സും ഭയങ്കര ചീപ്പാണ്. അപ്പം എല്ലാം കൊണ്ടും ഫീസിബിൾ ആണ് പുറത്ത് പോയി പഠിക്കുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടൊരു എൻട്രൻസ് എക്സാം അനുസരിച്ചിട്ടാണല്ലോ. അത് കുറച്ച് ആസ് യൂഷ്വൽ ഭയങ്കര ടഫാണ്. നീറ്റ് എഴുതാതെ പോകുന്ന കുട്ടികളുണ്ടാവും ചിലപ്പോഴൊക്കെ. അപ്പൊ അവരോട് എന്തൊക്കെയാണ് പറയാനുള്ളത്? നീറ്റ് എഴുതാണ്ട് പോകാൻ പറ്റില്ല. നീറ്റ് എഴുതിയിട്ട് നീറ്റ് പാസ്സായവർക്ക് മാത്രമേ പുറത്തും അഡ്മിഷൻ ഉണ്ടാവുള്ളൂ. ഒരു കട്ട് ഓഫ് നമുക്ക് ഇവിടെ ഇന്ത്യയിൽ കൊടുത്തിട്ടുണ്ടോ ആ കട്ട് ഓഫ് ഓരോ കട്ട് ഓഫ് മേലെ കിടന്നാലേ പുറത്ത് അഡ്മിഷൻ കിട്ടുള്ളൂ. ഇത്തവണ ഈ വർഷം കട്ട് ഓഫ് മാറി. അപ്പം അതുപോലെ ആ കട്ട് ഇയർലി അപ്പം കഴിഞ്ഞ വർഷം എഴുതിയ ആ വർഷം തന്നെ അഡ്മിഷൻ എടുക്കണ്ടായിരുന്നു. ഈ നെക്സ്റ്റ് ഇയർ അതിന്റെ വാലിഡിറ്റി പോകും.